ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോണിക് കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്. ഓക്കെ, അതിൻ്റെ പേരാണ് 555 ടൈമർ അല്ലേ. ആ ടൈമർ ഓൾറെഡി നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മളെന്നാലും അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പിന്നുകളും അതിൻ്റെ വർക്കിങ്ങും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈമറിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ഓർക്കാമല്ലോ. എന്തൊക്കെയാണ് ഓർക്കാൻ പറ്റുന്ന അപ്ലിക്കേഷൻസ്? ടൈമറിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടോൺ ആൻഡ് അലാറം ജനറേഷൻസ്. ഓക്കെ, അലാറം ജനറേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്. സിമിലർലി ഫ്രീക്വൻസി ഡിവിഷൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനൊക്കെ യൂസ് ചെയ്യുന്നത് ടൈമിംഗ് ഡിലേ സർക്യൂട്ട്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ അതിൻ്റെ അപ്ലിക്കേഷൻസ് വരാറുണ്ട്. സിമിലർലി ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റിലാക്സേഷൻ ഓസിലേറ്റർ. റിലാക്സേഷൻ ഓസിലേറ്റർ അപ്ലിക്കേഷൻസിലും ഇതെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ടൈമറിന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു 8 പിൻ DIP പാക്കേജ് ടൈമറാണ്. ഓക്കെ, 8 പിൻ പാക്കേജ് ടൈമറാണ്. ഓക്കെ, അപ്പോൾ ടൈമറിൻ്റെ പിന്ന് പറയുവാണെങ്കിൽ നമുക്ക് എത്രയാണ്, 8 പിന്നാണെന്നാണ് പറഞ്ഞത് അല്ലേ. 8 പിന്ന്. അപ്പോൾ 8 പിൻ എന്ന് പറയുമ്പോൾ 4 എണ്ണം ഓരോ സൈഡിലും. 1 2 3 4. ഓക്കെ, 1 2 3 4. അപ്പോൾ ഈ 8 പിന്നും 8 ഫങ്ഷൻസാണ് ആക്ച്വലി തരുന്നത്. 2-3 പിന്നെ ചിലതൊക്കെ 2-3 എണ്ണം ഒരേ ഓപ്പറേഷൻസ് ഉണ്ട്. ഞാൻ പറയാം ഏതൊക്കെയാണ് ആ ഓപ്പറേഷൻസ് എന്ന് പറയാം. അപ്പോൾ ഈ 8 പിന്നെന്ന് പറഞ്ഞാൽ ഈ 8 പർപ്പസ് അല്ലെങ്കിൽ 8 പിന്നും അതിൻ്റേതായ യൂസുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, 5 അല്ല സോറി, ഇത് 5, ഇത് 6, ഇത് 7, 8. ഓക്കെ, അപ്പോൾ ഈ ഓരോ പിന്നെ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 1 റെപ്രസെൻറ്റ്സ് യുവർ ഗ്രൗണ്ട്, then 2 represents your trigger represents, 3 represents your output, then 4 represents your reset, then 5 represents control, 6 represents threshold, then 7 represents discharge, and 8 represents VCC supply. Okay, VCC. അപ്പോൾ ഈ എല്ലാ പിന്നിനും അതിൻ്റേതായ ഓരോരോ ഫങ്ഷനുകളുണ്ട്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ആ ഫങ്ഷൻ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ, ആ ബ്ലോക്ക് ഡയഗ്രാം ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, then we are having a 3 resistor circuits. ഒരു 3 റെസിസ്റ്ററുള്ളൊരു സർക്യൂട്ട് ഉണ്ട്. we are having a minus plus here. Okay, we are having a minus plus here. Then yet another similarly ഒരേപോലെയുള്ള 2 കമ്പാരേറ്ററുകൾ. ഇവിടെ ഒരു 2 കമ്പാരേറ്ററുകൾ വരയ്ക്കണം. ഇത് പ്ലസ്, ഇത് മൈനസ്. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റർ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെച്ചാലും ഉപകാരമാണ്. കാരണം നമുക്ക് ആ ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കതിനെ ഓർമ്മിക്കാം. ഓക്കെ, ഇതൊരു ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് പിൻ നമ്പർ 1. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, അതാണ് പിൻ നമ്പർ 1. ദെൻ ദിസ് റെപ്രസെൻറ്റ്സ് യുവർ ട്രിഗർ. ഇതാണ് നിങ്ങളുടെ ട്രിഗർ പോയിന്റ്. ദിസ് ഈസ് യുവർ 2 അല്ലേ. ട്രിഗർ ഏതായിരുന്നു? 2 ആയിരുന്നു. പിന്നെ യു ആർ ഹാവിങ് എ റെസിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞു അല്ലേ. ദിസ് ഈസ് യുവർ VCC, അതായത് 8th പിൻ. ഓക്കെ, ദിസ് ഈസ് യുവർ 6th പിൻ. എന്താണ് പേര് എന്ന് പറഞ്ഞാൽ ത്രഷോൾഡ് ആണ്. എന്താണ്? ത്രഷോൾഡ്. ഓക്കെ, ദെൻ ദിസ് ഈസ് യുവർ 5th പിൻ. ഏതാണ് 5th പിൻ? അതാണ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ 2 കമ്പാരേറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 കമ്പാരേറ്ററുകളും കൂടി ക്ലബ് ചെയ്ത് എവിടെ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ യു ആർ ഗിവിങ് ഇൻ ടു എ ഫ്ലിപ്പ് ഫ്ലോപ്പ്. എങ്ങനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ RF ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, RS ഫ്ലിപ്പ് ഫ്ലോപ്പ്. So you are giving it to the flip flop. Okay, then flip flop എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, ഔട്ട്പുട്ട് എടുക്കുന്നു. അതിന് മുന്നേ വി ആർ ഹാവിങ് എ ഡിസ്ചാർജ് പിൻ അല്ലെ ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, വി ആർ ഹാവിങ് എ ഡിസ്ചാർജ് സെക്ഷൻ. അത് നമ്മൾ ട്രാൻസിസ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈസ് യുവർ ഡിസ്ചാർജ്. ഓക്കെ, ദിസ് ഈസ് യുവർ ഡിസ്ചാർജ്. ദിസ് ഈസ് യുവർ 7th പിൻ. ഓക്കെ, പിന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വേറൊരു പിന്ന് വരുന്നുണ്ട്. അതിൻ്റെ പേരാണ് റീസെറ്റ് പിൻ. ഓക്കെ, അതിൻ്റെ പേരാണ് റീസെറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിൻ നമ്പർ 4. ഓക്കെ, എല്ലാ പിന്നുകളും കംപ്ലീറ്റ് ആയല്ലോ. ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് യുവർ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് യുവർ 3rd പിൻ. ഓക്കെ, ദിസ് ഈസ് യുവർ ടൈമർ ഡയഗ്രാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു 555 ടൈമറിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം
നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ മൊത്തം സെക്ഷനെയാണ് നമ്മൾ 555 ടൈമറിൻ്റെ ബ്ലോക്ക് ഡയഗ്രം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ബ്ലോക്കും നമ്മൾ എന്ത് ചെയ്യുവാണ് എടുത്തെടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന് മുന്നേ അറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. വി ആർ ഹാവിങ് 5 ബ്ലോക്സ്. എത്ര ബ്ലോക്സ് ഉണ്ട്? ഇതിനെ തന്നെ നമ്മൾ 5 ബ്ലോക്കായി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒന്നാമത്തെ ബ്ലോക്കാണിത്. ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ ഒന്നാമത്തെ ബ്ലോക്കായിട്ട് പറയുന്നത്. അത് ഇവിടെ തൊട്ട് 1 പിന്നെ ഈ ഗ്രൗണ്ട് ചെയ്ത പിന്നെ തൊട്ട് ഇങ്ങനെ ഇത്. ഓക്കെ, ഈ ഇതിനെ പറയുന്ന പേരാണ് ദിസ് ബ്ലോക്ക് ഈസ് കോൾഡ് ആസ് ദ വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്ക്. എന്താണ് വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്ക്? ഓക്കെ, ഈ ഒരു ബ്ലോക്കിനെ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്ക്, അതായത് ഈ പിന്നുകൾ 286 നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കണക്ട് ചെയ്ത് 6 റെസിസ്റ്ററുകളുള്ള ത്രെഷോൾഡും ട്രിഗറും ഉള്ള ഈ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വോൾട്ടേജ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമിലർലി വി ആർ ഹാവിങ് ദ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ പേരാണ് കമ്പാരേറ്റർ ബ്ലോക്ക്. എന്താണ് കമ്പാരേറ്റർ ബ്ലോക്ക്? ഓക്കെ, കമ്പാരേറ്റർ ഇറങ്ങുന്ന ഇതാണ് സെക്കൻഡ് ബ്ലോക്ക്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഹാവിങ് എ തേർഡ് ബ്ലോക്ക്, ദാറ്റ് ഈസ് ദിസ് വൺ. ഇതാണ് നമ്മളെ തേർഡ് ബ്ലോക്ക്. ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന ആരെയാണ്? ഇവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിനെയാണ് അല്ലേ? തേർഡ് ബ്ലോക്ക് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ നെക്സ്റ്റ് വി ആർ ഹാവിങ് അനദർ ഫോർത്ത് വൺ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് വൺ. ഏതാണ് ഫോർത്ത് വൺ? ഇതാണ് ഇത് ഡിസ്ചാർജ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ബ്ലോക്കിനെ ഫോർത്ത് എന്ന് വിളിക്കുന്നു. ദെൻ വി ആർ ഹാവിങ് ദ ഔട്ട്പുട്ട് ഡ്രൈവർ സർക്യൂട്ട്. ഇതാണ് നിങ്ങളുടെ ഫിഫ്ത്ത് വൺ. ദാറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഡ്രൈവർ സർക്യൂട്ട്. ഓക്കെ, എന്താണ് ഔട്ട്പുട്ട് ഡ്രൈവർ സർക്യൂട്ട്? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പിന്നുകളാണ് നമ്മൾക്ക് ഏതിൽ പഠിക്കാനുള്ളത്? 555 ടൈമറിൽ പഠിക്കാനുള്ളത്. എല്ലാ പിന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വരച്ച് തന്നെ എന്ത് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. ഈ സർക്യൂട്ട് ഓർമ്മയുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ സർക്യൂട്ട് മാത്രം ഓർമ്മയുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ തീർക്കാം. ഓക്കെ, ഇതിൽ തന്നെ പറയാനുള്ളത് നമ്മുടെ ബാക്കിയുള്ള പിന്നുകൾ, അതായത് ഈ 8th പിന്നെന്ന് പറഞ്ഞാൽ ഒരു 3 പിന്ന് വളരെ സിമ്പിൾ പർപ്പസുകളാണ് ചെയ്യുന്നത്. അതാണ് 3 ആദ്യം പറയുന്നത്. ഒന്നാമതാണ് നമ്മുടെ ഫസ്റ്റ് പിൻ, അതായത് ഗ്രൗണ്ട് പിന്ന്. ഓക്കെ, അതിൽ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നു. ദെൻ യുവർ തേർഡ് പിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലേ? ഔട്ട്പുട്ട് പിന്നെന്ന് വെച്ചാൽ 555 ടൈമിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തരുന്നത്. ഓക്കെ, ദെൻ 8th പിൻ എന്ന് പറഞ്ഞാൽ VCC പിൻ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സപ്ലൈ വോൾട്ടേജ് പിൻ. സപ്ലൈ വോൾട്ടേജ് ഒക്കെ കോമൺലി ഒരു 5 വോൾട്ട് 15 വോൾട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പിന്നിലേക്ക് എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത്, പ്രാക്ടിക്കൽ സെൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ സർക്യൂട്ട്. ഈ ഫിഗർ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ബ്ലോക്കും ഇൻഡിവിജ്വലി എടുക്കുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ എടുക്കുന്ന ബ്ലോക്കാണ് ഐ ആം ഗോയിങ് ടു ടേക്ക് യുവർ ഫസ്റ്റ് ബ്ലോക്ക്. അതായത് ഏതാണ്? വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്ക് എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓരോന്നും സെപ്പറേറ്റ് എടുക്കുകയാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്ക് എടുക്കുകയാണ്. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്കിന് പ്രത്യേകത നിങ്ങൾ ജസ്റ്റ് നോക്കാം നമുക്ക്. ദ വോൾട്ടേജ് ഓഫ് ദ 2 നോഡ്സ് ആർ ഗോയിങ് ടു ദ കമ്പാരേറ്റർ. കമ്പാരേറ്ററിലേക്കാണ് വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്കിൻ്റെ 2 നോഡുകൾ. ഇതൊക്കെയാണ് 2 നോഡുകൾ. ഇതൊന്ന്, രണ്ടാമത്തെ. ഈ 2 നോഡിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. അപ്പോൾ ഈ 2 നോഡും ഏതിലേക്ക് പോവുകയാണ്? കമ്പാരേറ്ററിലേക്ക് പോവുകയാണ്. നമ്മൾ ഓപ്പാമ്പുകളാണല്ലോ ഇത്. ഓപ്പാമ്പുകൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഐഡിയലായിട്ടാണ്. അപ്പോൾ വേറെ എക്സ്റ്റേണൽ കറണ്ടുകൾ അല്ലെങ്കിൽ നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഓപ്പാമ്പ് ടെർമിനൽസ്. ഈ ഓപ്പാമ്പ് ടെർമിനൽസിൽ വേറെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദ സപ്ലൈ വോൾട്ടേജ് ഈസ് we can say that from the supply voltage എന്നാണ് എന്ത് ചെയ്യുന്നത്? ഫ്രം സപ്ലൈ വോൾട്ടേജ് ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റേഴ്സ് അല്ലേ? ഈ ത്രൂ റെസിസ്റ്റേഴ്സിലുള്ള ആണ് സപ്ലൈ വോൾട്ടേജിൽ ഫ്ലോ ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ടു ദ ഈ സപ്ലൈ വോൾട്ടേജ് ഡയറക്ട്ലി ഇതിന് അപ്ലൈ ചെയ്യാം. നമ്മളെ വോൾട്ടേജ് ഡിവൈഡർ ബ്ലോക്കിൽ അപ്ലൈ ചെയ്യാം. ദാസ് വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ അവർ വോൾട്ടേജ് ഡിവൈഡർ റൂളും നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം അല്ലേ? വോൾട്ടേജ് ഡിവൈഡർ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ 2 നോഡ് ഉണ്ടല്ലോ അല്ലേ? 2 നോഡല്ലേ? അപ്പോൾ ഈ നോഡിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ മുകളിൽ കാണുന്നത് ഈ ഫസ്റ്റ് നോഡ്, ഇത് സെൻഡ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് ചെയ്തു 2 AB എന്ന് റെപ്രസെൻറ്റ് ചെയ്തായിരിക്കുന്നല്ലേ? അപ്പോൾ ഈ എയിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വാല്യൂ എത്ര വരിക? യുവർ വോൾട്ടേജ് ഡിവൈഡറിൻ്റെ വോൾട്ടേജ് അറ്റ് ദിസ് നോഡ് എന്താണ് വരിക? ഐ വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് 2R ഇൻറ്റു VCC ഡിവൈഡഡ് ബൈ 2R പ്ലസ് R. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ദറ്റ് ഈസ് 2/3 VCC. ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാക്കുക ഇങ്ങോട്ടേക്ക് വരുന്ന, അതായത് ഈ ഫസ്റ്റ് കമ്പാരേറ്റർ, ഇതാണ് ഫസ്റ്റ് കമ്പാരേറ്ററിലേക്ക് വരുന്ന റെഫറൻസ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് എത്രയാണ്? ദിസ് ഈസ് 2/3 VCC. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് കമ്പാരേറ്ററിലേക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, സിമിലർലി ഇവിടെ വേറൊരു നോഡ് ഉണ്ടല്ലോ, B നോഡ്. ഈ B നോഡിലേക്ക് വരുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് R ഡിവൈഡഡ് ബൈ ഇത് A
ഇത് ബിയിലേക്ക് ആർ ഡിവൈഡഡ് ബൈ 2r പ്ലസ് ആർ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും വി സി സി അല്ലേ, നമ്മൾ എന്ത് പറയും 1/3 വി സി സി. അപ്പോൾ ഈ 1/3 വി സി സി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് റഫറൻസ് പോകുന്നത്. അപ്പോൾ ഇതാണ് 2/3 വി സി സി, 1/3 വി സി സി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റഫറൻസിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 2 പിന്നുകളുണ്ടല്ലോ, ഇതാണ് നിങ്ങളെ പ്ലസ് ടെർമിനലിലേക്ക് ഇവിടെ രണ്ട് പ്ലസിലേക്കും പോകുന്നത് ഈ 2 റഫറൻസ് വോൾട്ടേജുകളാണ്. ഇനി 2 മൈനസ് ടെർമിനലുകൾ പിന്നുണ്ടല്ലോ, മൈനസ് പിന്നുകൾ ഇതാ മൈനസ് അതിലേക്ക് പോകുന്നത് 2 പിന്നുകളാണ് നമ്മൾ മെയിൻലി പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പിന്ന് ത്രഷോൾഡും 6th പിന്നും, ഞാൻ 2nd പിന്നും, അതായത് ത്രഷോൾഡും ട്രിഗറും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ബൈ ചേഞ്ചിങ് ദീസ് 2 പിൻസ്, ഏതൊക്കെ ത്രഷോൾഡും ട്രിഗറും യൂസ് ചെയ്തിട്ട് വി ക്യാൻ ചേഞ്ച് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ. അതാണ് കൺസെപ്റ്റ്. ഈ 2 പിന്നുകൾ യൂസ് ചെയ്യാൻ നമ്മൾ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മളെ ഇൻവേർട്ടിംഗ് നോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി ഏതിലാണുള്ളത്, നമ്മൾ ഇൻവേർട്ടിംഗ് നോഡിൽ 2/3 വി സി സിയിലല്ലേ ഉള്ളത്. ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ ഇത് പ്ലസ് ഇത് മൈനസ് ആണ് കേട്ടോ, ഇത് പ്ലസ് ഇത് മൈനസ് ആണ്. ഓക്കെ, നേരത്തെ ഇത് താഴത്തെ കറക്റ്റായിരുന്നു, തെറ്റിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലസ് മൈനസ് വോട്ടിലേക്ക് നമ്മൾ ഇൻവെർട്ടിംഗ് നോഡിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 2/3 വി സി സി അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് കേൾക്കുക. When your threshold voltage, ഈ വോൾട്ടേജ് goes beyond this 2/3 VCC, ഈ ത്രഷോൾഡ് വോൾട്ടേജ് 2/3 VCCനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കുമല്ലോ, സംശയമൊന്നുമില്ല, ഇറ്റ് വിൽ ബി ഹൈ. ശരിയല്ലേ? കാരണം ത്രഷോൾഡ് വോൾട്ടേജ് ആണ് പ്ലസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ത്രഷോൾഡ് വോൾട്ടേജ് ഇതിനെക്കാട്ടിയും കൂടുമ്പോൾ യുവർ കമ്പാരേറ്റർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഹൈ. സിമിലർലി when we are giving a trigger voltage, ഈ ട്രിഗർ വോൾട്ടേജ് ഇതിനെക്കാട്ടി കുറയണം അല്ലേ. അപ്പോൾ ഈ ട്രിഗർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നെഗറ്റീവ്, അപ്പോൾ ഇതിനെക്കാട്ടി കുറഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഹൈ വോൾട്ടേജ് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ വെൻ ട്രിഗർ വോൾട്ടേജ് ഗോസ് ബിലോ ദിസ് 1/3 വി സി സി, ദ ഔട്ട്പുട്ട് ഓഫ് ദ സെക്കൻഡ് കമ്പാരേറ്റർ വോൾട്ടേജ് വിൽ ബിക്കം ഹൈ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ട്രിഗർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കോമൺലി നമ്മൾ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം സോ വെനെവർ വി വാണ്ട് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് ദിസ് കമ്പാരേറ്റർ, കാരണം ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദ ട്രിഗർ സിഗ്നൽ ഈസ് ചേഞ്ച്ഡ്, ഈ ട്രിഗർ സിഗ്നൽ ചേഞ്ച് ചെയ്യാൻ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പിൻ 2 given pin 2 goes below this VCC. അപ്പോൾ VCC തന്നെയാണ് നമ്മൾ കോമൺലി ട്രിഗർ സപ്ലൈ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രിഗർ സിഗ്നൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി നമുക്ക് എന്ത് ചെയ്യാം 1/3 VCCൻ്റെ താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓർത്താൽ മതി, ഈ കാര്യം ഓർത്താൽ മതി. നമ്മൾ യൂഷ്വലി ട്രിഗർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിഗർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബി ദ സപ്ലൈ വോൾട്ടേജ് എന്ന് ഓർത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ ഒന്നുകൂടി പറയാം, രണ്ടും ഹൈ ആവേണ്ട കണ്ടീഷൻസ് ഓർത്ത് വയ്ക്കുക. Threshold voltage should be greater than 2/3 VCC. At the same time, your trigger voltage should be less than 1/3 VCC. The output will be high. ഓക്കെ, ഇനിയത്തെ കാര്യമാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നത്. ഇപ്പോൾ ഈ 2 സ്റ്റേജുകൾ കഴിഞ്ഞു, നമ്മുടെ വോൾട്ടേജ് ഡിവൈഡറും കഴിഞ്ഞു, കമ്പാരറ്ററും കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഈ സെക്ഷനാണ് തോന്നുന്നത്, അത് നമ്മൾ സെപ്പറേറ്റ് വരച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് വരച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ 2 കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ടുകളുണ്ട്, ശരിയല്ലേ? ഇവിടെ മൈനസ് പ്ലസ് ഉണ്ട്, ഇവിടെ സിമിലർലി ആരുണ്ട്, ഇവിടെ നമ്മുടെ സിമിലർലി ആറിൽ പ്ലസ് മൈനസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ 2 കമ്പാരേറ്ററിൻ്റെ സാധനങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, നമുക്കത് കൃത്യമായിട്ട് എന്നാൽ വരയ്ക്കാം. ഓക്കെ, ഇത് വേണ്ട, നമുക്ക് കൃത്യമായിട്ട് ആ ഫിഗർ തന്നെ വരയ്ക്കാം. ഫുൾ ഫിഗർ വേണ്ട, നമുക്ക് ആ ചെറിയ പോർഷൻ മാത്രം വരയ്ക്കാം. ഓക്കെ, അതായത് ഇതാണ് നിങ്ങളുടെ കമ്പാരേറ്റർ, ശരിയല്ലേ? പ്ലസ് മൈനസ്, ഇവിടെയും ആരുണ്ട്, നിങ്ങളുടെ പ്ലസ് മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു, സിമിലർലി ഇവിടെ നിന്ന് ഇങ്ങനെയും വരുന്നു. പിന്നെ നമ്മൾ ആരെ ആണ് ടച്ച് ചെയ്യുന്നത്? വി ആർ ടച്ചിങ് അവർ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ ഇത് R, ഇത് S, ഇത് Q, ഇത് Q ബാർ, ശരിയല്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പിന്നെ എന്ത് ചെയ്യണം, ബാക്കി നമുക്ക് പുറത്തുള്ള ഫിഗർ മാത്രം മതി. ഇത് നമ്മൾ പുറത്തേക്ക് ഔട്ട്പുട്ടാണ്, ഇത് നമ്മളെന്താണ്, ഈ ഔട്ട്പുട്ടാണ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പിന്ന് 3. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് ഡ്രൈവർ സ്റ്റേജ്. ഇതാണ് നമ്മൾ റീസെറ്റ് പിന്നുണ്ട്, ഇവിടെ ഒരു റീസെറ്റ് 4. ഓക്കെ, ഇത് നമ്മളെ ഡിസ്ചാർജ് പിന്നാണ്, ഇത് നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്യുന്നു അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്ചാർജ്, ഇറ്റ് ഈസ് 7. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ. നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഈ സാധനം എന്നുള്ള കാര്യം
ഓർക്കുക നമ്മൾ അവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ വെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ ചേഞ്ച്? നമ്മൾ ഈ കമ്പാരേറ്ററിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ആയാലും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളുടെ ഇൻപുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഏത്? കമ്പാരേറ്റർ. ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇൻപുട്ടാണ് എന്ത്? നമ്മളുടെ കമ്പാരേറ്റർ അല്ലേ? നമ്മളിവിടെ യൂസ് ചെയ്യുന്ന RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണല്ലോ. അപ്പോൾ RS ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ട്രൂത്ത് ടേബിളിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒരു ഐഡിയ വേണം. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം വേണ്ട ഒരു ഐഡിയ. ഓക്കെ, 3 പിന്നുകളുണ്ടല്ലോ, 2 പിന്നുകളുണ്ടല്ലോ. ഏതൊക്കെയാണ്? എസ് ഉണ്ട്, ആറും ഉണ്ട്, പിന്നെ പ്രീവിയസ് സ്റ്റേറ്റും പ്രസൻറ്റ് സ്റ്റേറ്റും. ഓക്കെ, ഇതാണ് പ്രീവിയസ്, ഇതാണ് പ്രസൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, 4 എണ്ണം ഉണ്ട്, ഒരെണ്ണം കൂടി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് 2 0, ഇത് 1 0 1, ഇത് 1 ഇത് 0, ഇത് 1 1, ഇങ്ങനെയാണ്. ഓക്കെ, ഇതിൻ്റെ സ്റ്റേറ്റ് എപ്പോഴും 0 ആവാം 1 ആവാം. ഓക്കെ, പ്രസൻറ്റ് സ്റ്റേറ്റിലെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി 0 or 1, ഇറ്റ് ക്യാൻ ബി 0, ഇറ്റ് ക്യാൻ ബി 1, ഇറ്റ് ക്യാൻ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ബോത്ത് ദ ഇൻപുട്ട് വോൾട്ടേജ് ആസ് ലോജിക് 0, നമ്മൾ ഇവിടുത്തെ 2 ഇൻപുട്ടുകളും ലോജിക് 0 ആണ്, അതായത് എസും ആറും എത്രയാണ്? 0 ആണെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ ബി സെയിം ആസ് ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്. ശരിയല്ലേ? ഇതാ ഇവിടെയുള്ള അതേ സാധനം തന്നെയല്ലേ ഇവിടെ. അപ്പോൾ പ്രീവിയസ് സ്റ്റേറ്റിൽ അതേ സാധനം തന്നെയാണ് നമ്മൾ ഏതിലുള്ളത്? പ്രസൻറ്റ് സ്റ്റേറ്റിലുള്ളത്. പ്രീവിയസ് സ്റ്റേറ്റിൽ 0/1 അത് തന്നെയാണ് ഇതിലുള്ളത് പ്രസൻറ്റ് സ്റ്റേറ്റിലുള്ളത്. ഇറ്റ് മീൻസ് ദാറ്റ് ബിഫോർ വി ആർ അപ്ലൈയിങ് ദീസ് 2 ഇൻപുട്ട്സ്, ദ പ്രീവിയസ്ലി സ്റ്റേറ്റ് അതാണ് 0/1, ഔട്ട്പുട്ട് എന്താവും? 0 ആവും 1 ആവും. അത് തന്നെയാണ് നമുക്ക് എന്തും കിട്ടുന്നത്? പ്രസൻറ്റ് സ്റ്റേറ്റിലേക്ക് കിട്ടുന്നത് അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദ ഔട്ട്പുട്ട് റിമെയിൻസ് സെയിം. ഓക്കെ, ഇനി അപ്പോൾ ഒന്നാമത്തെ കേസ് ഇത്. ഇനി ഇത് രണ്ടാമത്തെ 0 1 റെസ്പെക്റ്റീവ്ലി നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതിലേക്ക് സെറ്റ് ചെയ്യുവാണ്? ഇറ്റ് ഈസ് സെറ്റിംഗ് ടു റീസെറ്റിംഗ് ടു 0. ഏതിലേക്ക് സെറ്റ് ചെയ്യുവാണ്? ഇറ്റ് ഈസ് റീസെറ്റിംഗ് ടു 0 അല്ലേ? അത് എങ്ങനെയാണെന്ന് നോക്കേണ്ടത്. നമ്മളിപ്പോൾ 0വും ഇപ്പോൾ നമ്മളുടെ ഇവിടെ 0, അതായത് ഇവിടെ 6 എന്ന് പറയുന്ന സാധനം ഇവിടെ 1 ആണ് കിട്ടുന്നത്. അതെ, ഓക്കെ, ഇവിടെ എന്താണ്? 1 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താണ്? 0. ഇവിടെ 0 ആണ്, ഇവിടെ 1, ഇവിടെ 0 ആവുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയുവാണ്? 0. ശരിയല്ലേ? സിമിലർലി അടുത്തൊരു പോയിന്റ് എന്താണ്? മൂന്നാമത്തത് ഇവിടെ 1ഉം, അതായത് നമ്മുടെ എസ്സിൽ ഇവിടെ 1ഉം ഇവിടെ എന്താണ്? ഇവിടെ 0 ആവുന്ന സമയത്ത് നിങ്ങളുടെ ഔട്ട്പുട്ട് എത്രയാണെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഗിവിങ് ടു 1. ശരിയല്ലേ? ദെൻ നാലാമത്തെ കണ്ടീഷനിൽ 2ഉം 1, ഇവിടെ 2ഉം 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇഫ് ദിസ് ഈസ് ബോസ് 1 ദെൻ ദ ഔട്ട്പുട്ട് ഈസ് നോട്ട് ഡിഫൈൻഡ്. ഔട്ട്പുട്ട് എന്തല്ല? ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പം നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന 2 സെക്ഷനേ ഉള്ളൂ. ഇത് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നില്ല, ഇതും എടുക്കുന്നില്ല. നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇതാ ഈ ഒരു 2 കേസിലാണ്, ഈ ഒരു ഡിഫറെൻ്റ് ആവുന്ന കേസുകളിൽ എങ്ങനെയാണ് നമ്മളെ ട്രിഗറിങ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മളെ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ്. ഫസ്റ്റത്തത് അസ്യൂം ദ ട്രിഗറർ സിഗ്നൽ അറ്റ് VCC. നമ്മളെ ട്രിഗർ സിഗ്നൽ ഏതിൽ അസ്യൂം ചെയ്യുവാണ്? VCCയിലേക്ക് അസ്യൂം ചെയ്യുകയാണ്. നമ്മളെ ട്രിഗർ സിഗ്നൽ എവിടെയുള്ളത്? നോക്കൂ, ഫിഗർ നോക്കൂ, ഇവിടെയാണ് ട്രിഗർ സിഗ്നൽ ഉള്ളത് അല്ലേ? ഇതാണ് അതും വരച്ചു വെച്ചത്. ഇതാണ് നിങ്ങളുടെ ട്രിഗർ സിഗ്നൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രിഗർ സിഗ്നൽ VCCയും ഇവിടുത്തെ എത്രയാണ്? 1/3 VCC എന്ന് അതും കൂടി വരക്കാം. ഇത് ത്രഷോൾഡ്, ശരിയല്ലേ? ഇത് എത്രയാണ്? 2/3 VCC. അപ്പോൾ ഇനി വേറെ കൺഫ്യൂഷൻസ് വരില്ലല്ലോ. അപ്പോൾ എന്താ നിങ്ങളെ ട്രിഗർ സിഗ്നൽ ഏതിൽ അസ്യൂം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു? സപ്ലൈ വോൾട്ടേജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അസ്യൂം ട്രിഗർ സിഗ്നൽ വോൾട്ടേജ് ആസ് VCC. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ദ സെക്കൻഡ് കമ്പാരേറ്റർ ഈസ് അറ്റ് ലോജിക്. ഏത് ലോജിക്കിലാണ് വരിക? അതായത് VCC കൂടുക എന്ന് പറഞ്ഞാൽ ഏതാ വരിക? യുവർ ഔട്ട്പുട്ട് വിൽ ബി 0. ശരിയല്ലേ? അപ്പോൾ അതായത് ദാറ്റ് മീൻസ് യുവർ എസ് 0 ആണ് ഈ കേസിൽ അല്ലേ? സിമിലർലി ഇനീഷ്യലി യു അസ്യൂം യുവർ ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് ലെസ് ദാൻ റെഫറൻസ് വോൾട്ടേജ്. ത്രഷോൾഡ് വോൾട്ടേജ് ലെസ് ദാൻ റെഫറൻസ് വോൾട്ടേജ് ആണെങ്കിൽ, ലെസ് ദാൻ 2/3 VCC ആണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ എത്രയാ? 0 അല്ലേ? ഇത് ഗ്രേറ്റർ ആകുമ്പോൾ മാത്രമല്ലേ 1 വരുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ട്രിഗർ വോൾട്ടേജ് ലെസ് ദാൻ ഇതാകുമ്പോൾ മാത്രമല്ലേ 1. ഇവിടെ എന്താണ്? ട്രിഗർ വോൾട്ടേജ് VCCയിൽ പറഞ്ഞാൽ കൂടുതലല്ലേ? അങ്ങനെയല്ലേ നമുക്ക് എന്ത് ഔട്ട്പുട്ട് എത്ര കിട്ടിയത്? 0 കിട്ടിയത് അല്ലേ? അപ്പോൾ ഇൻ ദിസ് കേസ് ദ ഔട്ട്പുട്ട് റിമെയിൻസ് ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട് ഈ ഔട്ട്പുട്ട് എത്ര തന്നെയാണ്? എത്രയാണ്? 2 എത്രയാണ്? 0 ആണ്. അപ്പോൾ ഇവിടെ 0 ആയിരുന്നു നേരത്തെ കിട്ടിയത് അല്ലേ? അപ്പോൾ ഔട്ട്പുട്ട് 0 കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ ഏതാണ്?
R 0, S 0. അപ്പോൾ ഇവിടെ തന്നെയാണ് 0. ഏതാണ് ഔട്ട്പുട്ട് അത് തന്നെ കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കേസ് എന്താ? ത്രഷോൾഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആകുമ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് അത് കമ്പാരേറ്റർ എത്രയാവും? ഇതൊക്കെ വായിക്കാം, നമുക്ക് കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, നിങ്ങളുടെ രണ്ടാമത്തെ കേസിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താവും? വാട്ട് വിൽ ബി യുവർ ഔട്ട്പുട്ട് വെൻ ത്രഷോൾഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC? ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ വിൽ ബി 1. ശരിയല്ലേ? അറ്റ് ദാറ്റ് ടൈം ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതിനാണ് ആ ടേബിൾ അറിയേണ്ടത്. 6 1 ആകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എത്ര എന്നുള്ളതാണ് അറിയേണ്ടത്. 6 1 ആകുമ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എത്രയാ? 0. ശരിയല്ലേ? പ്രീവിയസ് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമ്മളുടെ 555 ഔട്ട്പുട്ടിന് 555 ടൈമറിൻ്റെ ഔട്ട്പുട്ട് എന്താവും? 0 ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ത്രഷോൾഡ് വോൾട്ടേജ് കൺട്രോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാം. ക്ലിയർ? ഇനി ഇതേ കാര്യം തന്നെ ട്രിഗർ പിന്നിൻ്റെ കേസിൽ സംഭവിക്കാം. നമുക്ക് നോക്കാം എന്താ ട്രിഗർ പിന്നിൽ സംഭവിക്കുക. ട്രിഗർ പിന്നിൻ്റെ കേസ് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് നമ്മളെ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ വോൾട്ടേജ് ഫസ്റ്റ് വോൾട്ടേജ് ലോ വോൾട്ടേജ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് വി ക്യാൻ സേ ദാറ്റ് ദ വോൾട്ടേജ് ആസ് ദിസ് ത്രഷോൾഡ് വോൾട്ടേജ് ഈസ് 0. വോൾട്ടേജ് നമ്മൾ ആദ്യത്തെ കേസിൽ അസ്യൂം ചെയ്യുന്നു നമ്മുടെ ത്രഷോൾഡ് വോൾട്ടേജ് ഈ 2/3 VCCനെക്കാട്ടിയും കുറവാണ്. അങ്ങനെ 2/3 VCCനെക്കാട്ടിയും കുറവാകുന്ന സമയത്ത് നമ്മുടെ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ട്രിഗറിൽ എത്ര സംഭവിക്കുക? ഇവിടെ 0 അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഒരു കേസിലില്ലേ, അതായത് നമ്മൾ നേരത്തെ എടുത്ത കേസ്, അതായത് നമ്മൾ ട്രിഗർ വോൾട്ടേജ് ഈ 1/3 VCC, അപ്പോൾ ഈ കേസിൽ ഇത് 0 ആയിരിക്കുമേ നേരത്തെ. അതായത് ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആരാവണം? 0 ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഇവിടെ 0 കിട്ടുള്ളൂ. ഓക്കെ, ഇനി അത് കഴിഞ്ഞു 1 0 ആകുമ്പോൾ 0 ആണ് ആൻസർ. ആ കേസ് കഴിഞ്ഞു. രണ്ടാമത്തെ കേസാണ് ഈ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ if your threshold voltage is less than 2/3 VCC, if your threshold voltage is less than 2/3 VCC എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് ഓഫ് ദ കമ്പാരേറ്റർ എന്താവും? 0 ആവും. അതായത് ലോ വോൾട്ടേജ് ആവും അല്ലേ? അതേപോലെ തന്നെ എന്താവും? സിമിലർലി അത് 0 ആയി കഴിഞ്ഞാൽ, അതായത് S 0 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ R 0 ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ S എന്താണ്? 6 0 ആയിരിക്കണം. നിങ്ങളുടെ S എന്തായിരിക്കണം? S എത്ര ആയിരിക്കണം? 1 ആയിരിക്കണം. ശരിയല്ലേ? അങ്ങനെ S1ഉം R 0ഉം, അതായത് കണ്ടീഷൻ നിങ്ങളുടെ ഔട്ട്പുട്ട് ട്രിഗർ 1 ആവണം, ഇത് 1 ആവണമെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? ട്രിഗർ സിഗ്നൽ ഷുഡ് ബി ലെസ് ദാൻ 1/3 VCC. ശരിയല്ല? അപ്പോൾ ഇത് ഒരെണ്ണം ലോവും ഒരെണ്ണം ഹൈ, ഒരെണ്ണം ലോ, അങ്ങനെ രണ്ട് കണ്ടീഷൻ മാറി മാറി വരുവാണ്. അപ്പോൾ ആ കേസിൽ S1ഉം R 0ഉം, S1ഉം R 0 ആണെങ്കിൽ നിങ്ങളുടെ ട്രൂത്ത് ടേബിളിലെ ആൻസർ എത്രയാണ്? S1ഉം R 0 ആണ്. ട്രൂത്ത് ടേബിൾ ആൻസർ എത്രയാണ്? 1. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര കിട്ടും? 1. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ എന്താണ് ഈ കേസിൽ പറഞ്ഞത്? അപ്പോൾ ബൈ ദിസ് യൂസിങ് ദ ത്രഷോൾഡ് ആൻഡ് ദ ട്രിഗർ പിൻ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ കൺട്രോൾ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതാണ് പറയുന്നത്. അപ്പോൾ ത്രഷോൾഡ് പിന്നും ട്രിഗർ പിന്നും യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ്, അപ്പോൾ ഇൻപുട്ട് ടു ചേഞ്ച് ദ ഇൻപുട്ട് വോൾട്ടേജ് ടു ത്രഷോൾഡ് പിന്നിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്റ്റേണൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററും ഇതിൻ്റെ ഇടയിലൊക്കെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏതിൻ്റെ ഇടയിലാണ് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളുടെ ത്രഷോൾഡിൻ്റെയും ഡിസ്ചാർജ് പിന്നില്ലേ, ഈ ഡിസ്ചാർജ് പിന്നൊക്കെ ഇങ്ങനെ കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് പിന്നിൻ്റെ ഇടയിൽ ഈ ത്രഷോൾഡിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്ററുകളും കപ്പാസിറ്ററുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ മെയിൻ ചേഞ്ച് വരുന്നത് എവിടെയാണ്? ഈ രണ്ട് സെക്ഷനിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ കണ്ടീഷനുകൾ കൃത്യമായിട്ട് ഓർത്തിട്ട് നമ്മൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കാര്യങ്ങൾ ഓർത്താൽ വളരെ ഈസി ആയിട്ട് കിട്ടും. ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ത്രഷോൾഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആണെങ്കിൽ ഇവിടെ 1, ഇവിടെ ട്രിഗർ വോൾട്ടേജ് ലെസ് ദാൻ 1/3 VCC ആണെങ്കിലും ഇവിടെ 1 ആയിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെയല്ല വരേണ്ടത്. എങ്ങനെയാവണം? ഒന്നെങ്കിൽ ഫസ്റ്റത്തെ കേസ് ത്രഷോൾഡ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 2/3 VCC ആകുമ്പോൾ ഇവിടെ 1, അപ്പോൾ ട്രിഗർ വോൾട്ടേജ് ഷുഡ് ബി മോർ ദാൻ ഇത്, അപ്പോൾ അവിടെ 0. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ 1, ഇവിടെ 0. സിമിലർലി ഇവിടെ 1, ഇവിടെ 0. അങ്ങനെയുള്ള കണ്ടീഷനുകൾ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. 0 1 0 1 എന്നാവും. അതായത് നിങ്ങളുടെ ത്രഷോൾഡ് വോൾട്ടേജിനെ നിങ്ങളുടെ ട്രിഗർ വോൾട്ടേജിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാം? വി ക്യാൻ കൺട്രോൾ അവർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് വേറൊരു പിന്നും കൂടി ഉണ്ടല്ലോ. ഇനിയൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഇനി വേറെ പിൻ ഏതാണുള്ള ബാക്കി? ഇനി ബാക്കിയുള്ളതാണ് നമ്മുടെ കൺട്രോൾ പിൻ. കൺട്രോൾ പിൻ എന്താണ്? കൺവേർട്ടർ പിൻ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്? നമ്മൾ ഫസ്റ്റ് കമ്പാരേറ്ററിൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലേ?
ഫസ്റ്റ് കമ്പാരേറ്ററല്ല ഇത്, അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ട്രിഗർ സിഗ്നൽ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെയിം കൺട്രോളിങ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് എത്രയാണ്, 2/3 VCC അല്ലേ. അപ്പോൾ ഈ കൺട്രോൾ പിന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, we can externally apply some other reference voltage അല്ലേ, and by which we can say the timing of the output signal. നമ്മൾ ഈ കൺട്രോൾ സിഗ്നൽ എക്സ്റ്റേണലി സം വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യുകയാണ്, എന്താ എക്സ്റ്റേണലി സം വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതും ചെയ്യാം, ഈ കൺട്രോൾ പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ടൈമിംഗ് മാറ്റാം എന്നാണ് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ടൈമിങ്ങുകൾ മാറ്റാം. വി ആർ ഐദർ യൂസിങ് ദ threshold pin or we are using the trigger pin അല്ലെങ്കിൽ വി ആർ യൂസിങ് ദ കൺട്രോൾ പിൻ. അപ്പോൾ ഈ കൺട്രോൾ പിന്നിൻ്റെ പർപ്പസും എന്ത് തന്നെയാണ്, നമ്മളുടെ എക്സ്റ്റേണലി സം വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, ഈ ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കൺട്രോൾ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ടു ചേഞ്ച് ദ ഇൻപുട്ട് അറ്റ് ദിസ് ത്രഷോൾഡ് പിൻ, ഈ ത്രഷോൾഡ് പിന്നിൻ്റെ ഇടയിലുള്ള ഇൻപുട്ട് ചേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു എന്താണ് വഴി, എക്സ്റ്റേണൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററും കണക്ട് ചെയ്യുക. ഏതിൻ്റെയൊക്കെ അക്രോസ്, ബിറ്റ്വീൻ യുവർ ത്രഷോൾഡ് ആൻഡ് ദ ഡിസ്ചാർജ് പിൻ. ഈ ഡിസ്ചാർജ് പിന്നിൻ്റെയും ത്രഷോൾഡിൻ്റെ ഇടയിൽ കുറച്ച് എക്സ്റ്റേണൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ത്രഷോൾഡ് പിന്നിൻ്റെ ഇൻപുട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിമിലർലി അപ്പോൾ എന്താ സംഭവിക്കുക, അങ്ങനെ ത്രഷോൾഡ് വോൾട്ടേജ് മാറ്റം എന്താ സംഭവിക്കുക, ദിസ് ഡിസ്ചാർജ് പിൻ ഹെൽപ്സ് ദ കപ്പാസിറ്റർ, നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ കപ്പാസിറ്റർ അല്ലെ, ദിസ് ഡിസ്ചാർജ് പിൻ ഹെൽപ്സ് ദ കപ്പാസിറ്റർ ടു ഡിസ്ചാർജ്, കപ്പാസിറ്ററിനെ ഡിസ്ചാർജ് ചെയ്യാം വെൻ ദ ഔട്ട്പുട്ട് ഈസ് ഇൻ എ ലോ സ്റ്റേറ്റ്. ലോ സ്റ്റേറ്റിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം. ദസ് ദ ട്രാൻസിസ്റ്റർ ഹെൽപ്സ്, ട്രാൻസിസ്റ്റർ ഈ ബ്ലോക്ക് കടന്നു വരുവാണ്. ദസ് ദ ട്രാൻസിസ്റ്റർ ഹെൽപ്സ് ദ കപ്പാസിറ്റർ ഇൻ ഡിസ്ചാർജിങ്. ഈ ട്രാൻസിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്ററിന് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് ഇഫ് യു ആർ ഹാവിങ്, നമ്മളുടെ ഔട്ട്പുട്ട് ഓഫ് ദ 555 ടൈമർ 0 ആണെന്ന് വിചാരിക്കുക. 555 ടൈമറിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. അതായത് നിങ്ങളുടെ ക്യൂ ബാർ എത്രയാണ്, ഇവിടെ 0 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, ശരിയല്ലേ. അപ്പോൾ ക്യൂ ബാർ എത്രയാണ്, 1 അല്ലേ. അതായത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് ഡ്രൈവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഏത് സർക്യൂട്ടാണ്, ഇൻവേർട്ടിംഗ് സർക്യൂട്ടാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു ഇൻവേർട്ടിംഗ് സർക്യൂട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി, നിങ്ങൾ ഇവിടെ 0 ആകുമ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ ഈ ക്യൂ ബാർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം, ഇറ്റ് ഷുഡ് ബി 0 അല്ലേ. ദെൻ ആസ് ക്യൂ ബാർ ഈസ് 1, ഈ ക്യൂ ബാർ 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ എത്രയൊക്കെയാണ് വോൾട്ടേജ് പോകുന്നത്, ഇവിടെ 1 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് പോകുന്ന വോൾട്ടേജ് എത്രയാണ്, 1 അല്ലേ. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ട്രാൻസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ട്രാൻസിസ്റ്ററിലേക്കാണ് നിങ്ങൾ 1 കൊടുക്കുന്നത്, ശരിയല്ലേ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിലേക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്ററിൻ്റെ അക്രോസ് ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ അക്രോസിലെ കപ്പാസിറ്റർ ഉണ്ടാവും. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്തുപോലെ ആക്ട് ചെയ്യും, ഇറ്റ് വിൽ ആക്ട് ആസ് എ സ്വിച്ച്, ശരിയല്ലേ. അതായത് ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ലോജിക് 1 ആണെങ്കിൽ ഇത് എന്ത് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യും, ഇറ്റ് വിൽ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്, ശരിയല്ലേ. അപ്പോൾ ഈ ക്ലോസ്ഡ് സ്വിച്ചിലെ ഇമ്പിഡൻസ് എന്താണ്, ലോ അല്ലേ. അപ്പോൾ കപ്പാസിറ്ററിലേക്ക് ഒഴുകുന്ന ഇമ്പിഡൻസ് എന്താണ്, വളരെ കുറവാണ്, ശരിയല്ലേ. അപ്പോൾ ഈ ഒരു പാത്തിലെയാണ് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൗണ്ടർ പാർട്ടും ഉണ്ട്. എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്യൂ ബാറിന് എന്ത് ചെയ്യുക, നിങ്ങൾ ക്യൂ ബാർ 0 ആവും. ക്യൂ ബാർ 0 ആകുമ്പോൾ നമ്മളെ ടൈമറിൻ്റെ ഔട്ട്പുട്ട് എത്രയാണ്, ഹൈ ആണ്. ടൈമറിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും, ശരിയല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ 0 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ സർക്യൂട്ട് എങ്ങനെ വരും, ആർട്ടി വിൽ ബി സർക്യൂട്ട്, ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു നേരത്തെ, അതെന്താവും, ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ കപ്പാസിറ്ററിൻ്റെ അക്രോസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ പ്രൊവൈഡ്സ് ഹൈ ഇമ്പിഡൻസ് കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യും, ശരിയല്ല. അതായത് ദിസ് വിൽ ആക്ട് ആസ് എൻ ഓപ്പൺ സ്വിച്ച്, ഇതൊരു ഓപ്പൺ സ്വിച്ച് പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അങ്ങനെ നമ്മളെ ഡ്രൈവർ സ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. യുവർ ഡ്രൈവർ സ്റ്റേജ് അല്ലെങ്കിൽ ഡിസ്ചാർജ് സ്റ്റേജ് വിൽ ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിങ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, മാറാം ഇതിൻ്റെ ഒരു വർക്കിംഗ്. ഓക്കെ, 0 ആവാം, ചിലപ്പോൾ 1 ആവാം, അങ്ങനെ മാറിക്കൊണ്ടേ വരാം. ഓക്കെ, അപ്പോൾ ആ പിന്ന് കഴിഞ്ഞു. ഇനിയുള്ളൊരു പെന്നാണ് റീസെറ്റ് 4. എന്താണ് റീസെറ്റ് 4ൻ്റെ പ്രത്യേകത, ഇപ്പോൾ ലോജിക് 0 ഇതിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, റീസെറ്റ് പിന്നെ ലോജിക് 0 പിൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ, ലോജിക് 0 പിൻ. അതായത് ലോജിക് 0 ഈസ് അപ്ലൈ ടു ദിസ് പിൻ, ഇവിടെ ലോജിക് 0 അപ്ലൈ ആണെങ്കിൽ ദെൻ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓഫ് ദ 555 ടൈമർ വിൽ റീസെറ്റ്.
ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, when a logic 0 is applied to the pin, then the flip flop of the 555 timer will reset. അതായത് the output of the 555 timer will also get reset. നമ്മൾ 555 ടൈമറിൻ്റെ ഔട്ട്പുട്ടും എന്താവും, റീസെറ്റ് ആവും. ഓക്കെ, വെൻ ലോജിക് 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഔട്ട്പുട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടും എന്താവും 0. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ 555 ടൈമറിൻ്റെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടൈമറും റീസെറ്റ് ആവും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഔട്ട്പുട്ട് ഓഫ് ദ 555 ടൈമർ ഓൾസോ വിൽ ഗെറ്റ് റീസെറ്റ്. ഓക്കെ, അതായത് വെൻ റീസെറ്റ് പിൻ ഗോസ് ലോ, ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് 555 ടൈമർ വിൽ ഓൾസോ ബി ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് റീസെറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഇവിടെ ലോ ആണെങ്കിൽ ഇവിടെ എന്താവും, ലോ ആവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് റീസെറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഈ പിന്നെ യൂസ് ചെയ്യാത്ത സമയത്ത് അത് ഏതിൽ പിന്നിലേക്ക് കൊടുക്കും, ഇറ്റ് ഈസ് ഗിവൺ ടു ദ സപ്ലൈ വോൾട്ടേജ് VCC. ഓക്കെ, ഇത് യൂസ് ചെയ്യാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ VCC ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. കാരണം ഇതില്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലാത്ത സമയത്ത്, അതായത് സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത്, ശരിയല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ഓരോരോ നമ്മുടെ ഈ പിന്നുകളുടെ ഓരോ പർപ്പസുകൾ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇൻഡിവിജ്വലി ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലി നമ്മൾ എല്ലാ പിന്നിനെയും അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ, അപ്പോൾ ഈ കൺക്ലൂഷൻ ഈസ് ബൈ ചേഞ്ചിങ് ദ ഇൻപുട്സ് ചേഞ്ച് ചെയ്യുന്ന കാരണം we can control the timing of the output signal. നമ്മൾ ഓരോരോ ഇൻപുട്ടുകൾ ചേഞ്ച് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ടൈമിംഗ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇതിനെ 555 ടൈമർ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറൊരു സെറ്റ് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞു എക്സ്റ്റേണൽ റെസിസ്റ്ററുകളും കപ്പാസിറ്ററും കണക്ട് ചെയ്യുന്ന കാര്യം അല്ലേ. അപ്പോൾ ബൈ കണക്ടിങ് ദ എക്സ്റ്റേണൽ കമ്പോണൻസ് ലൈക്ക് R and C, നമ്മളെ 555 ടൈമറിനെ വി ക്യാൻ അഗെയിൻ കോൺഫിഗർഡ് ആസ് 3. എങ്ങനെയൊക്കെ കോൺഫിഗർ ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അസ്റ്റേബിൾ കോൺഫിഗേർഡ് ഐദർ ആസ്, ഏതൊക്കെയായിട്ട് കോൺഫിഗർ ചെയ്യുന്ന പറഞ്ഞാൽ വി ക്യാൻ കോൺഫിഗർ ഇറ്റ് ആസ് അൺസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. 555 നമ്മൾ പറഞ്ഞു നേരത്തെ, അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് ക്യാൻ ബി ഡിസൈൻ ബൈ യൂസിങ് റോപ്പ് ആമ്പ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡിസൈൻ ബൈ യൂസിങ് ട്രാൻസിസ്റ്റർ, ഐദർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ 555 ടൈമർ അല്ലേ. അപ്പോൾ 555 ടൈമർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ഡിസൈൻ ചെയ്യാം. ഏതൊക്കെ അസ്റ്റേബിളിൻ്റെ ഡിസൈൻ ചെയ്യാം, സിമിലർലി ഏതൊക്കെ മോണോ സ്റ്റേബിളിൻ്റെ ഡിസൈൻ ചെയ്യാം, സിമിലർലി ഏതാ ബൈസ്റ്റേബിളും നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഏതിലുള്ളത്, നമ്മളെ 555 ടൈമറുള്ളത്. അപ്പോൾ ഓരോ പിന്നിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, കീനായിട്ട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ പിന്നിനും ഓരോ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഡിവിജ്വൽ കൺസെപ്റ്റുകളും അതിൻ്റെ വർക്കിങ്ങുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോളോ ചെയ്യണം. ഈ പിന്നുകളുടെ ഫങ്ഷനുകൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മളെ ഓരോ ടൈപ്സ് പഠിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുക, ചിലപ്പോൾ ഈ പിന്നിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിക്കുക. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മാർക്സ് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറുകളൊക്കെ എന്ത് ചെയ്യാം, കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവുക. യു വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, താങ്ക് യു.